എങ്ങനെയാണ് നസ്രാണികൾ ഉണ്ടാകുന്നത്? മാൻ ഓഫ് നസ്രത്ത്, ദ ഫോളോവേഴ്സ് ഓഫ് ദി മാൻ ഓഫ് നസ്രത്ത് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നസ്രത്തിൽ വളർന്ന ആ നസ്രത്തുകാരന്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് നസ്രാണികൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ചരിത്രം പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അരനൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി യാത്രയാവുക. ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആരാണ് ആദ്യം എത്തിയത്? ഈജിപ്തിലാണോ എത്തിയത് എന്നൊക്കെയാണ്. അത് ചിലപ്പോൾ നമുക്ക് ചരിത്ര സത്യങ്ങളായിട്ടും വിശ്വാസ സത്യങ്ങളായിട്ടും നമുക്ക് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം. തർക്കം വരുമ്പോൾ പറയാറുള്ളത് അത് വിശ്വാസ സത്യമാണെന്ന്. അത് പിന്നെ പ്രശ്നം തീർന്നല്ലോ. പരിഹാരം, പണ്ട് ഈ സെയിന്റ് തോമസ് കേരളത്തിൽ വന്നോ ഇല്ല എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാർ തമ്മിൽ ഭയങ്കര ചർച്ചയാണ് നമ്മുടെ മുസ്ലിംസിൻ്റെ ഇതിൽ. അപ്പം ഞാൻ അവരുടെ തർക്കം തീർന്നത്, നിങ്ങൾ വിചാരിക്കുക അത് വിശ്വാസ സത്യമാണ്, അവരത് ചരിത്ര സത്യമായിട്ടും വിശ്വാസ സത്യമായിട്ടും ധരിക്കുന്നുണ്ട്. എന്തായാലും തോമസ് ലീഹ നമ്മുടെ കേരളത്തിൽ വന്ന ആ ചരിത്രം മുതലുള്ള കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ വന്നത് മാത്രമല്ല, നോർത്ത് വെസ്റ്റിലാണ് ആദ്യം വന്നത്. പെഷവാറിലെല്ലാം വന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂരിലെത്തിയത്. ഇതൊരു ചരിത്രമാണ്. കൊടുങ്ങല്ലൂരിലെത്തി അദ്ദേഹം ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം കണ്ട് പിന്നെ പാലയൂരിലേക്ക് പോയി. വളരെ രസകരമായിട്ട് അതിനകത്ത് വളരെ ചുരുക്കി അതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ഈ കേരളത്തിലുള്ള ഒരുപാട് ആളുകളെ ക്രൈസ്തവരാക്കി മാറ്റുകയാണ്. ബ്രാഹ്മണന്മാരെ 17 ഇല്ലങ്ങളുടെ പേരുകളാണ് ശരിക്കും പറയുന്നത്. പകലോ മറ്റോ മുതൽ ഇല്ലങ്ങളിൽ നിന്നാണ് അവരെ ശരിക്ക് ഇതിലേക്ക് മാറ്റിയത്. അത് അവരെ ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിന്റെ സന്ദേശം അതിമനോഹരമായിട്ടാണ്, കൗശലത്തോടു കൂടിയാണ് തോമസ് ലീഹ അവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ബ്രാഹ്മണര് മന്ത്രോച്ചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് വേണ്ടി വെള്ളം മുകളിലേക്ക് ഇങ്ങനെ എറിയും. അപ്പോൾ തോമസ് ലീഹ അവരോട് ചോദിക്കുന്നു, ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, സൂര്യന് വേണ്ടിയിട്ടാണ്, സൂര്യന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത് എങ്കിൽ അത് പിന്നെന്തിനാണ് താഴോട്ട് വരുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചത് മുകളിലേക്ക് വെള്ളം തൂകിയാൽ അത് അവിടെ നിൽക്കും എന്ന് പറഞ്ഞ് അല്പം ഒരു മാജിക് പോലെ ആ വെള്ളത്തെ ആകാശത്തിലേക്ക് നിർത്തിക്കൊണ്ടാണ് ഇവരെ സ്വാധീനിച്ച് ഇവരെ ക്രൈസ്തവരാക്കിയിട്ട് പോകുന്നത്. അപ്പൊ അതിന് പ്രതിഷേധമുള്ള ആളുകളെല്ലാം, ബ്രാഹ്മണരെല്ലാം കൂടി അവിടെ വിട്ടുപോയി. അവിടെ കാട് മാത്രമായി. അങ്ങനെയാണ് ചാവക്കാട് എന്നുള്ള പേര് വന്നത് എന്നുള്ള മനോഹരമായ ചരിത്രമെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നടന്ന ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഇവിടെ നിന്ന് പോയി മൈലാപ്പൂരിൽ പോയി രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ആളുകൾ ക്രൈസ്തവരായി മാറുമ്പോൾ രാജാവിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കുന്തത്തിൽ കുത്തി അദ്ദേഹത്തെ വധിക്കുന്നത്, രക്തസാക്ഷിത്വം വഹിക്കുന്നതും മൈലാപ്പൂരിലെ ആ ചേർച്ച് ഉൾപ്പെടെയുള്ള കാര്യം അതിമനോഹരമായ ഫോട്ടോസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് ഏറ്റവും മനോഹരമായ പ്രിന്റിങ്, ഏറ്റവും ഒരു പുസ്തകം നമുക്ക് റീഡബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അതെല്ലാം ഈ പുസ്തകം വളരെ ഭംഗിയായിട്ട് മനോഹരമായ എഡിറ്റിംഗ് ഉൾപ്പെടെ നിർവഹിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ചരിത്രങ്ങളാണ്. പിന്നെ 7 പള്ളികൾ സ്ഥാപിക്കുന്നത്. ആ 7 പള്ളികൾ ഏതൊക്കെയാണ്? എനിക്ക് അഭിമാനം തോന്നി, എൻ്റെ പറവൂരിലെ കോട്ടക്കാവ് പള്ളിയും കൂടി ആ 7 പള്ളിയിൽ പെട്ടിട്ടുണ്ട്. ചിത്രങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ പറവൂരിലെ അബ്ദുൽ ജലീൽ ബാവയുടെ കബറിടമുള്ള യാക്കോബായ പള്ളിയുടെ ചിത്രം കൂടി അതിനകത്തുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറവൂർക്കാരൻ എന്നുള്ള നിലയിൽ അത് വായിച്ചു വന്നപ്പോൾ 2 പ്രധാനപ്പെട്ട പറവൂരിലെ പള്ളികൾ കൂടി ഈ പുസ്തകത്തിൽ ഉണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അത് മാറുകയാണ്. പിന്നീട് ഒരുപാട് നടന്ന ചരിത്രങ്ങൾ, ഈ ഡിനോമിനേഷൻസ് ഓരോന്നും ഉണ്ടാകുന്നത്, ഓരോ ഡിനോമിനേഷൻസ് ഉണ്ടാവുകയാണ്. എല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവരുമാണെങ്കിലും പല കാരണങ്ങളുടെ പേരിൽ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ടാവുകയാണ്. എനിക്ക് ക്രൈസ്തവ സഭാചരിത്രം വളരെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ ക്രൈസ്തവരിലെ എല്ലാ ഡിനോമിനേഷനും കാണാതെ അറിയാവുന്ന ആളാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ ഈ നമ്മുടെ പാർട്ടിക്കാരെയൊക്കെ ഇരുത്തുമ്പോൾ ഇങ്ങനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ഇങ്ങനെ കാണാതെ പറയും. അത് കാത്തലിക്സ് എത്ര ഗ്രൂപ്പ് ഉണ്ട്, നോൺ കാത്തലിക്സ് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നിങ്ങനെ സാധാരണയായിട്ട് പറയും. അങ്ങനെ ആ ഡിനോമിനേഷൻസ് ഓരോ വർഷവും ഉണ്ടാകുന്നത്, ഓരോ നൂറ്റാണ്ടിലാണ് അല്ലെ. മാർത്തോമ സഭ ഉണ്ടാകുന്നത്, യാക്കോബായ സഭ ഉണ്ടാകുന്നത്, യാക്കോബായ സഭ പിളർന്ന് പിന്നെ ഓർത്തഡോക്സ് ഉണ്ടായി, അന്ത്യോക്യയിലെ ആസ്ഥാനം മാറി, ദേവലോകത്തെ ആസ്ഥാനം വരുന്നത് ഉൾപ്പെടെയുള്ള ആ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഓരോന്നും ഉണ്ടാകുന്നതിന്റെ ചരിത്രമുണ്ട്. കൂലം കുരിശ് സത്യമുണ്ട്. പിന്നെ ഉദയം പേരൂർ സൂനാദോസ് ഉണ്ട്. 426 വർഷമായി, 27 വർഷമായി
1599 അല്ലേ? 1599 അല്ല, അല്ല ഉദയംപേരൂർ സൂനഹദോസ് 1599 അല്ലേ? 427 വർഷം, അതാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് അല്ലേ? 427 വർഷമാണത്. 427 വർഷമാണ്. അതെല്ലാം ഒരുപാട് ക്രൈസ്തവ സഭാചരിത്രത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കപ്പെട്ട സൂനഹദോസാണ്, ഉദയംപേരിലെ സൂനഹദോസ്. ഇങ്ങനെ അതെല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം ഭക്ഷണത്തെക്കുറിച്ച് നല്ല കൊതിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഫോട്ടോയെല്ലാം ഇട്ട്, എനിക്കാണെങ്കിൽ ഈ സുറിയാനി ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആകെ എൻ്റെ ബാലൻസ് തെറ്റിപ്പോയി അവസാനത്തെ പടമൊക്കെ, ഭക്ഷണത്തിന്റെ ചിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ. അതല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാം, ഞാൻ ചുരുക്കി പറയാം. ഈ തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ശ്രീ എം ബി ജോസഫും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഈ പുസ്തകത്തിലുണ്ട് ഡൗട്ടിങ് തോമസ് എന്നാണ്. ഞാൻ അതിനെതിരാണ്. സംശയാലുവായ തോമസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല. എന്താ പറയുന്നത്? ഞാൻ ആ ആണിപ്പഴുത് കാണാതെ, ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കാതെ, ആ വിലാപ്പുറത്ത് കൈവയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന്. പിന്നെ അദ്ദേഹം വരുമ്പോൾ ക്രിസ്തു വരികയാണ്. വരുമ്പോൾ അദ്ദേഹം ക്രിസ്തു തന്നെ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ ആണിപ്പഴുതിൽ വിരലിട്ട് നോക്കൂ, എന്റെ വിലാപ്പുറത്ത് കൈവച്ചോ, എന്നിട്ട് വിശ്വസിച്ചോ എന്ന് പറയാണ്. അതാണ് തൊട്ടു വിശ്വാസികൾ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നസ്രാണികളെ തൊട്ടു വിശ്വാസികൾ എന്ന് പറയുന്നത് തോമസ് ലീഹയുടെ അനുയായികളായതുകൊണ്ട് തൊട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു ബോധ്യമാണ്. ആ ബോധ്യം, അതിനെ നമ്മൾ സംശയം എന്ന് പറയാൻ പറ്റില്ല. താൻ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രം ഇതൊരു സംശയം, നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ള, എനിക്കൊരു സയന്റിഫിക് ടെമ്പറുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തൊട്ട് വിശ്വസിക്കണം, അതിൽ ഒരു തെറ്റും കാണില്ല. അങ്ങനെ ഒരാളെ സംശയാലു എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഈ അഭിപ്രായം വേറൊരാൾ കൂടി ശരിവെച്ചിട്ടുണ്ട്. എഡിൻബറോ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ റിച്ചാർഡ് ഹാക്കിൻസ് പറഞ്ഞിട്ടുണ്ട്, ഈ തോമസ് ലീഹ എന്ന് പറയുന്നയാൾ സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ നല്ലൊരു വാക്ക് ഏതാണ്? സയന്റിസ്റ്റ് എന്താ? സയന്റിസ്റ്റ് വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ശരിയാണെന്ന് പറയുന്നത് അതാണോ സയന്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത്? സയന്റിഫിക് ഫൈൻഡിങ് എന്താ? അതിശാസ്ത്രീയമായി കണ്ടുപിടിച്ച് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടാണ് സയന്റിഫിക് ട്രൂത്ത്. അതാണ് ഈ റിച്ചാർഡ് ഹോക്കിൻസ് പറഞ്ഞിരിക്കുന്ന, തോമസ് ലീഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മനോഹരമായ വാചകം, സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ. ഞാനപ്പോ ഈ ഡൗട്ടിങ് തോമസ് എന്നുള്ളതിനേക്കാൾ എനിക്കിഷ്ടം സയന്റിസ്റ്റുകളുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആ വർത്തമാനത്തിൽ. ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വിശ്വാസിയായിട്ടുള്ള ഏത് ശിഷ്യനാണ് ക്രിസ്തുവിനുണ്ടായിരുന്നത്? ലാസറിനെ കാണാൻ വേണ്ടി ജൂദായിലേക്ക് പുറപ്പെടുകയാണ് ക്രിസ്തു. അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അവിടെ വലിയ കുഴപ്പമാണ്, അങ്ങേ ആക്രമിക്കും, അങ്ങേ കൊലപ്പെടുത്തും എന്ന് പറയും. അപ്പൊ എന്താ പറഞ്ഞത്? ലെറ്റ് us ഓൾസോ ഗോ വിത്ത് ഹിം, വി മേ ഡൈ വിത്ത് ഹിം. അവനോട് കൂടി മരിപ്പാൻ പോവാന്ന. അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? അവനോടൊപ്പം മരിപ്പാൻ പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിശ്വാസം ഏതാണ്? ആ തോമസ് ലീഹയെ ഡൗട്ടിങ് തോമസ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഏറ്റവും വിശ്വാസത്തിന്റെ തീഷ്ണതയിലാണ് തോമസ് ലീഹ നിൽക്കുന്നത്, അല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും, അതിനേക്കാൾ വലിയ ത്യാഗമില്ലല്ലോ. നമ്മൾ നമ്മുടെ ജീവൻ പണയപ്പെടുത്താം, അല്ലെ? വി മേ ഡൈ വിത്ത് ഹിം, നമ്മൾ മരിച്ചേക്കാം, ബട്ട് ലെറ്റ് us ഓൾസോ ഗോ വിത്ത് ഹിം, കൂടെ പോവുക എന്നാണ്. അത് വളരെ ഒരു വലിയൊരു മെസ്സേജാണ്, വിശ്വാസികൾക്കെല്ലാം ഉള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ഞാൻ താങ്സി ഫ്രാൻസിസിന്റെ മക്കളുണ്ട്, അവരെയും ഇത് തുടക്കം ഇട്ടത്, അവരെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അതുപോലെ CMB ജോസഫ് സാർ, അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിന് സഹായിച്ച ഫാദർ പയസ്, അതുപോലെ തന്നെ തനുജ ബന്നി, അവരോടും അവരെ എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും. പിന്നെ എല്ലാവരുടെയും സംസ്കാരത്തിന്റെ ഭാഗം ഇതിൻ്റെ അകത്ത് എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കില്ല, ഞാൻ കാണാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖ്രാനെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്മസിനെ കുറിച്ച്, ഈസ്റ്ററിനെ കുറിച്ച്, 50 നോയമ്പിനെ കുറിച്ച്, ആ ഒരു കൾച്ചറിനെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, പള്ളികളുടെ ഫോട്ടോസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഒരു
പെട്ടെന്ന് വളരെ പെട്ടെന്ന് കിട്ടാവുന്ന. പിന്നെ അവസാന ഭാഗത്താണ് ഈ ഭക്ഷണം. ഭക്ഷണം കൾച്ചറിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സുറിയാനി ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയാണ്. അത് തന്നെ ഓരോ പ്രദേശത്തും മാറും. ഇപ്പൊ തൃശ്ശൂരിൽ തട്ടിൽ പിതാവിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിലെ സുറിയാനി ഭക്ഷണത്തെ പറ്റി പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് തൃശ്ശൂരത്തെ ഭക്ഷണം. ഇവിടെ ഇല്ല അത്, ആ സുറിയാനി ഭക്ഷണം. പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, തൃശ്ശൂരിൽ ഉപയോഗിക്കും. പക്ഷേ ഇല്ല, കോഴിയും കുമ്പളങ്ങ ഇവിടെ ഉണ്ട്. തൃശ്ശൂരുണ്ട് കോഴിയും കുമ്പളങ്ങ. പിതാവിനോട് ചോദിച്ചു നോക്ക്. എറണാകുളത്തില്ല, പാലായിലില്ല, അങ്കമാലിയിലില്ല, ചങ്ങനാശ്ശേരിയിലില്ല. കോഴിയും കുമ്പളങ്ങയും സുറിയാനി ഭക്ഷണമാണ് തൃശ്ശൂരില്. ചോദിച്ചു നോക്കിയോ. കോഴിയും കുമ്പളങ്ങയും പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, കായും ബീഫും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു നാളെ ഇവിടെ മീൻ കറിയുണ്ട്. ഞാൻ അത്തനേഷ്യസ് തിരുവേനയും കൂടി ഇവിടെ ഇരിക്കുന്നു. അതിലെ ഈ സീറോ മലബാറുകാരുടെ മാങ്ങയിട്ട മീൻകറിയും യാക്കോബായ്ക്കാരുടെ മാങ്ങയിട്ട മീൻകറിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് എന്താ, സുറിയാനിക്കാരുടെ മീൻകറിയിൽ 500 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 കിലോ 4 കിലോ മീൻ ഇടുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടുള്ളൂ. ശരിയാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടും. മാങ്ങാക്കറിയാണ്, പക്ഷെ മീനിന്റെ ടേസ്റ്റ് എവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ്. പറൂര് കൊടകാവ് പള്ളിയിൽ ചെന്നാൽ പറയാം മീൻകറി എന്ന് പറയാൻ എന്നെ പ്രകോപിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കാൻ. അതിന് മുള്ളു കിട്ടൂല. പക്ഷേ യാഗാവക്കാരുടെ ശരിക്കും മീൻ മാങ്ങാക്കറിയാണ്. മീൻ ഇഷ്ടംപോലെ ഉണ്ടാവും. ശരിയല്ലേ? അതിന്റെ വ്യത്യാസമാണ്. ശരിയല്ലേ? ഇത് അങ്കമാലിയിൽ വരുമ്പോൾ പോർക്കിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കൊടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി, അത് സുറിയാനി ഭക്ഷണമാണ്. കൊടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി. ബീഫ് ഒലത്തിയത് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, കറക്റ്റ് അല്ലേ? ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, അതെല്ലാം സുറിയാനി ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ചങ്ങനാശ്ശേരിയും കുട്ടനാടും പോകുമ്പോൾ അത് മാറി ഡക്കായി. നമ്മളിവിടെ ഡക്ക് ഉണ്ടാക്കുന്നതും ഇപ്പൊ കിഴക്കമ്പലത്ത് ഡക്ക് ഉണ്ടാക്കുന്നതും ചങ്ങനാശ്ശേരി കുട്ടനാട് സുറിയാനിയിൽ ഡക്ക് ഉണ്ടാക്കുന്നത് 2 രീതിയിലാണ്. അവിടെ കറുത്ത കറിയാണ് ഡക്കിന്റെ. അതെന്താ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ശരിയല്ലേ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ഇവിടുത്തെ കറി പാലൊഴിച്ചിട്ടുള്ള കറിയാണ്, ഇവിടുത്തെ ഡക്ക് കറി എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഭക്ഷണത്തിൻ്റെതായ വ്യത്യസ്തതകളൊക്കെ ഭയങ്കര ബുക്ക് എഴുതാം. ഇതിന്റെ കൂടെ ഒരു ബുക്ക് രസാനികളുടെ സുറിയാനികളുടെ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം കൂടി അഡീഷണൽ ആയിട്ട് കൂടി എഴുതണം. ഇല്ലെങ്കിൽ ഞാൻ എഴുതും. ഒരുമിച്ച് എഴുതാം. ഇത് കൾച്ചറാണ്. ഇത് കൾച്ചറാണ്. പല സ്ഥലങ്ങളിലും ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ആ ക്രൈസ്തവരുടെ ഗ്രൂപ്പിൽ ലത്തീൻകാരുടെ അടുത്ത് ചെന്ന കരിമീൻ, ഞങ്ങളുടെ ഗോതുരത്തിലേക്ക് ചെന്ന കരിമീൻ മപ്പാസരും ഓരോ സ്ഥലത്ത്. പിന്നെ അവർ തലേ ദിവസം മറ്റേ പോട്ടിക്കറിയുന്നു. പോട്ടി സ്ത്രീകളെല്ലാം ഇരുന്ന് പ്രിപ്പയർ. ഇതൊക്കെ ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. കാലങ്ങളായി രൂപപ്പെട്ടു എന്നാണ്. ഭക്ഷണവും അതിന്റെ ഭാഗമാണ്. അതെല്ലാം വ്യത്യാസവും. അപ്പൊ ഇതെല്ലാം ഈ കേരളത്തിന്റെ നസ്രാണി ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. എപ്പോഴും നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം, കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു പോകാൻ. ഇപ്പോൾ അഗസ്റ്റിൻ സാറുണ്ട്, മരിച്ചുപോയി അദ്ദേഹം. തിരുവനന്തപുരത്ത് ലൈബ്രറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെയാണ് ഏറ്റവും ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം, ആൻ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ചർച്ചസ് ഇൻ കേരള എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമാണ്. നിങ്ങളെല്ലാം വായിക്കേണ്ടതാണ്, ക്രൈസ്തവരെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ചും വിവിധ ഡിനോമിനേഷൻ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അപ്പോഴാണ് അതിലാണ് നോക്കുന്നത് ഓരോന്നിനെ പറ്റി. കേരളത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും, ഇപ്പോൾ കത്തോലിക്ക മിഷണറിമാരാണെങ്കിലും അതുപോലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണെങ്കിലും ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമായി രൂപപ്പെടുത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, അടിമത്വം അവസാനിപ്പിക്കുന്നത് തുടങ്ങിയുള്ള സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആ മിഷണറിമാരാണ്. ഇപ്പോ എല്ലാ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും ഉണ്ട്. ഇപ്പൊ ജോസഫ് പിറ്റ് അച്ചടി, ബെഞ്ചമിൻ ബെയ്ലിയുടെ അച്ചടി, അടിമത്വം അവസാനിപ്പിക്കാൻ മൺറോ തുരുത്തിൽ പോയ ജോസഫ് പിറ്റ്, അങ്ങനെയുള്ള ഒരു വലിയ ഹിസ്റ്ററി കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാർക്കുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാനുള്ള കാരണം ഒരു നായർ ഡോമിനേഷൻ കേരളത്തിൽ തകർന്നതിനെ കുറിച്ചുള്ള റോബർട്ട് ജെഫ്രിയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ മിഷണറിമാരുടെ റോൾ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഈ ക്രൈസ്തവർ മിഷണറിമാർ
വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ പണ്ട് ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ആ പുസ്തകം അതിനകത്തുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ക്രൈസ്തവ സഭാചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ കൂടി പ്രത്യേകതകളാർന്ന ഒരു ചരിത്രമാണ്. വലിയ റോൾ അത് പ്ലേ ചെയ്തിട്ടുണ്ട് സമരങ്ങളിൽ എല്ലാം. പണ്ട് നമ്മുടെ എബ്രഹാം മാർത്തോമ തിരുമേനി നമ്മുടെ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ആരെയാണ്? സർ സി പിയെ വെല്ലുവിളിച്ചു. അപ്പൊ സി പി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. അപ്പൊ അദ്ദേഹം ഭയന്നില്ല. അപ്പൊ അദ്ദേഹം ബൈബിളിൽ ഹെറോദോസിന്റെ പടയാളികൾ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോൾ ക്രിസ്തു പറഞ്ഞവരാണ്. അവരോട് പോയി പറഞ്ഞേക്ക്, ഞാൻ നാളെയും മറ്റന്നാളും ശുശ്രൂഷയുമായി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാൻ ആ കുറുക്കന്മാരോട് പോയി പറഞ്ഞേക്കാനാണ് പറഞ്ഞത്. അത് തന്നെയാണ് എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലീത്ത പറഞ്ഞത്. അതായത് ആ ബൈബിളിലെ ഭരണകൂടത്തോട് പോരാടി, അല്ലെ? ക്രിസ്തുവും ഭരണകൂടത്തോടാണ് പോരാടിയത്. ചുങ്കക്കാരോട്, പലിശക്കാരോട്. ഇപ്പൊ രണ്ട് മുഖമുണ്ട്, അല്ലെ? നമ്മുടെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ മുഖവും അനീതികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും. ഈ രണ്ട് ഫേസും ഉണ്ട്. അത് എല്ലാം ക്രൈസ്തവ കൾച്ചറിന്റെ, ഇതിനകത്ത് കൾച്ചറിനെ കുറിച്ചാണ്, അതിന്റെ ഭാഗമാണ്. അതാണ് തുടർച്ചയായിട്ട് കേരളത്തിലേക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരു വലിയ സംരംഭം നടത്തിയതിന് ഞാൻ ഒരിക്കൽ കൂടി MB ജോസഫ് സാറിനെയും സഹപ്രവർത്തകരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി.